ഹലോ ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പപ്പായ മിൽക്ക് ഷേക്കാണ്. 3 ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് പപ്പായ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. ഇത് പപ്പായ, പഞ്ചസാര ഒരു 5-6 സ്പൂൺ, അത് മധുരം അനുസരിച്ച്, പിന്നെ 1/2 ലിറ്റർ പാൽ, പച്ചപ്പാലാണ്, കാച്ചാത്ത പച്ചപ്പാൽ, ഫ്രിഡ്ജിലിരുന്ന പാലാണ്. ഒരു പപ്പായയുടെ 1/4 ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. ഫ്രിഡ്ജിലിരുന്ന പപ്പായ തന്നെയാണ്, റെഡ് ലേഡി പപ്പായയാണ്. നല്ല ടേസ്റ്റുള്ള പപ്പായയാണ്, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പപ്പായയാണ്. അതിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ഇന്ന് ഷേക്കിനായിട്ട് ഞാൻ എടുക്കുന്നത്. അത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പപ്പായയാണ്. ഏത് റെഡ് ലേഡി അല്ല, സാധാ പപ്പായ ആയാലും സാധാ അല്ലാതെ കഴിക്കണവർക്ക് അത് ഏറ്റവും നല്ലത്. പിന്നെ ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുത്താൽ കുട്ടികൾക്കുമൊക്കെ ഇഷ്ടമാവും. പപ്പായയൊക്കെ കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെ ജ്യൂസായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. റെഡ് ലേഡി പപ്പായയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ഇതാണ്, നമ്മുടെ വീട്ടിലുള്ളതാണ് ഏറ്റവും നല്ല പപ്പായ. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല പപ്പായ നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന പപ്പായ തന്നെയാണ് ഇത്. നമ്മളിപ്പം അതിനെ തൊലി കളഞ്ഞ് ഫുള്ളായിട്ട് തോലെല്ലാം കളഞ്ഞതിന് ശേഷം അതിന് കുറച്ചുകൂടി ഭാഗം കൂടി ഞാൻ കളയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഷേക്കിനായതുകൊണ്ട് കുറച്ച് അകത്തുള്ള കുറച്ച് ഭാഗം കൂടെ കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് നല്ലോണം അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ കുരു എല്ലാം നീക്കി എല്ലാ ഭാഗത്തെ തൊലിയും ഫുള്ളായിട്ട് നമ്മൾ കളയണം. ഒരുപാട് അങ്ങ് കളയേണ്ട ആവശ്യമില്ല, എന്നാലും അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് പിന്നെ കുരുവെല്ലാം മാറ്റി കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. വീട്ടിൽ നിന്ന് കൃഷി ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് ഉള്ള ഫലങ്ങൾ. കഴിവതും എല്ലാവരും ഒരു പപ്പായ മരമൊക്കെ വീട്ടിൽ തന്നെ വയ്ക്കാം. വലിയ സ്പേസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു പപ്പായ തൈയൊക്കെ വീട്ടിൽ വയ്ക്കാം. പിള്ളേർക്കൊക്കെ എപ്പോഴും നമുക്ക് പറിച്ച് കൊടുക്കാൻ പറ്റുന്ന, കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. യാതൊരുവിധ ദോഷങ്ങളും ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാത്തിനും. ഇപ്പോൾ കൊറോണയൊക്കെ വന്ന സമയത്ത് എല്ലാവരും ഇത് പപ്പായയൊക്കെ അന്വേഷിച്ച് ഓടി നടക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് പപ്പായ എന്ന് പറഞ്ഞാൽ. അത് പഴുത്തതല്ല, പച്ചയായാലും നമുക്ക് കറിയായിട്ട് ഒരുപാട് തരം കറികൾ ഉണ്ടാക്കാം, ചിപ്സ് ഉണ്ടാക്കാം. അങ്ങനെ പപ്പായ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുരുവെല്ലാം മാറ്റി എല്ലാ കുരുവും അതിൻ്റെ കറുത്ത അതിനകത്തുള്ളതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി, അതിനകത്ത് ചെറിയ കറയുടെ അംശം ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കഴുകുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിൽ അരയ്ക്കേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് എല്ലാം ഫുള്ളായിട്ട് അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ, എല്ലാവർക്കും കഴിക്കാൻ തോന്നും അതിൻ്റെ കളർ കണ്ടാൽ തന്നെ. അത്രയും നല്ല കളറാണ് അത്. 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഒരു ചെറിയൊരിത്. അതില്ലെങ്കിൽ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഇത് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിങ്ങനെ ഇനി മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇടണം. പപ്പായ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് മുഴുവനും മിക്സിയുടെ ജാറിലോട്ട് ഇടണം. ഇട്ടിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാരയും പാലും. പഞ്ചസാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കാതെ തന്നെ ജ്യൂസ് അടിക്കാൻ പറ്റുന്നതാണ്. ഷുഗർ കുഴപ്പമില്ലാത്തവർക്ക് അതിനനുസരിച്ച് ഞാൻ ഒരു 5-6 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയതായിട്ട് മധുരം ആവശ്യമില്ലാത്തതുകൊണ്ട് 5-6 സ്പൂൺ പഞ്ചസാര, 1/2 ലിറ്റർ പാൽ, പച്ചപ്പാൽ, അങ്ങനെ തന്നെ കാച്ചിയ പാലൊന്നുമല്ല, പച്ചപ്പാൽ അങ്ങനെ തന്നെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയിൽ അരച്ചെടുത്തിട്ട് നല്ല കളർഫുള്ളാണ്. നേരിട്ട് കാണുമ്പോൾ കുറേ കൂടെ നല്ല കളറാണ്. പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ഓളും കൊടുക്കുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.